നമസ്കാരം. ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ത്വര, അതൊരു കച്ചവട മത്സരമായിട്ട് മാറുന്നത് ഈ പത്രങ്ങളിൽ നേരത്തെ തന്നെ കണ്ടുവരാറുള്ളൊരു പ്രക്രിയയാണ്. കാരണം നമ്മുടെ ദിനപത്രങ്ങളുണ്ടല്ലോ, കേരളത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഭാരതത്തിൽ പൊതുവായിട്ട് തന്നെ ലോകത്ത് തന്നെയും അത് ആ ഒരു കിടമത്സരം അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്, വാർത്താമാധ്യമങ്ങൾ തമ്മിൽ. അതിൽ ഈ അച്ചടി മാധ്യമങ്ങളിലൂടെ ആ മത്സരം വളരെ ശക്തമായി നിലനിർത്തുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നേരറിയാൻ ഇന്ന പത്രം, നേരറിയാൻ ഇന്ന പത്രം, നേരത്തെ അറിഞ്ഞ നേരാണോ എന്നറിയാൻ ഇന്ന പത്രം, നേരറിയാൻ CBI, അങ്ങനെയുള്ള പല അവകാശവാദങ്ങളുമായിട്ടും ദിനപത്രങ്ങൾ കളം നിറഞ്ഞാടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അതിനു മുമ്പും വിവാദമായിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വിവാദമായിട്ട് ജനങ്ങൾ ചായക്കടകളിലും കവലകളിലും ഒക്കെ ചർച്ച ചെയ്തിരുന്നൊരു വാർത്തയായിരുന്നു സൂര്യനെല്ലി പീഡന കേസ്. അതിൻ്റെ ഒരു അന്നത്തെ ആ ചർച്ചയിൽ, കാരണം ഞാൻ എൻ്റെ കൗമാരപ്രായം കടന്നു വരുന്നൊരു സമയത്താണ് ഇത്തരം വാർത്തകൾ വരുന്നതും 1996 സൂര്യനെല്ലി കേസുണ്ടാകുന്നത്. അതിൻ്റെ ചർച്ചകൾ ഒക്കെ ശ്രദ്ധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളെന്നും ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം ആ വാർത്തയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിൻ്റെ ഭാവനയ്ക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നൊരു ഇക്കിളി സംഭവം അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ വാർത്ത കത്തിപ്പിടിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രക്രിയയിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങളിലേക്ക് ഒരു പരിണാമം വാർത്താമാധ്യമങ്ങളുടെ ഇടയിൽ സംഭവിച്ചപ്പോൾ ഈ കിടമത്സരത്തിൻ്റെയും കാര്യത്തിലൊരു പരിണാമമുണ്ടായി. ആ പരിണാമമെന്ന് പറയുന്നത് ഒരു ഗുണകരമായ പരിണാമമായിരുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. കാരണം കിടമത്സരം രൂക്ഷമാവുന്ന തരത്തിലേക്കുള്ളൊരു പരിണാമമാണ് ദൃശ്യമാധ്യമങ്ങളിലുണ്ടായത്. അത് ദൃശ്യമാധ്യമങ്ങളിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ആത്യന്തികമായി എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താ ചാനലുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. ലക്ഷ്യം റേറ്റിംഗ് മാത്രമാണ്. ഇനി അവതാരകരിലേക്ക് വന്നാൽ, ദൃശ്യമാധ്യമങ്ങളിലെ അവതാരകരിലേക്ക് വന്നാൽ, ഈ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഭാരതത്തിൽ, പൊതുവെ കേരളത്തിൽ എന്നും രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളതായിരുന്നു. വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളും അനുഭാവങ്ങളും ഉള്ളവരായിരുന്നു. പക്ഷേ അത് പ്രകടമാക്കാത്ത രീതിയിൽ, എന്നാൽ അവർ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ലക്ഷ്യത്തോട്, ഇപ്പോൾ ഒരു മാധ്യമത്തിന്, അവർ ജോലി ചെയ്യുന്ന പത്രസ്ഥാപനത്തിന് കോൺഗ്രസിനോടാണ് താല്പര്യമെങ്കിൽ ആ മാധ്യമത്തിൻ്റെ നയങ്ങൾക്കനുസൃതമായ വാർത്തകൾ നൽകുക എന്നുള്ള രീതിയിലായിരുന്നു മാധ്യമപ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നത് പത്രമാധ്യമങ്ങളിൽ. അച്ചടി മാധ്യമങ്ങളിൽ അങ്ങനെ പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകർ പരിണാമം സംഭവിച്ച് ദൃശ്യമാധ്യമങ്ങളിലേക്ക് എത്തിയപ്പോൾ ഈ മുഖം കാണിച്ചുകൊണ്ടുള്ളൊരു വാർത്താവതരണമായതുകൊണ്ടും അല്ലെങ്കിൽ വാർത്താ അവലോകനമായതുകൊണ്ടും അവരുടേതായിട്ടുള്ള പ്രത്യേക താല്പര്യങ്ങൾക്കും കൂടി പ്രകടിപ്പിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചു. അതിൻ്റെ കാരണം അവർ ആ വാർത്താമാധ്യമങ്ങൾക്ക് നേടിക്കൊടുത്ത പ്രശസ്തിയും അല്ലെങ്കിൽ അവരുടെ മുഖമാണതിൻ്റെ, ആ വാർത്താവതരണത്തിൻ്റെ മുഖം എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നതുമായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത്, ഈ വാർത്താമാധ്യമങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കിടമത്സരം ഏറ്റവും രൂക്ഷമായിട്ട് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹ്രസ്വമായ ഓർമ്മയിൽ, മലയാളിയുടെ ഹ്രസ്വമായ ഓർമ്മയിൽ അവയൊന്നും തങ്ങി നിൽക്കില്ല. സോളാർ കേസ് വന്നപ്പോൾ സരിതാ നായരുടെ CD കണ്ടെത്താൻ നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച വാർത്താമാധ്യമങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ദിലീപിനെ തെളിവെടുക്കാൻ കൊണ്ടുപോയപ്പോൾ കഴുകന്മാരെ പോലെ കൊത്തിപ്പറിക്കാൻ പറന്നിറങ്ങിയ മാധ്യമങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൾസർ സുനിയെ ഒളിക്യാമറ എന്നുള്ള പേരിൽ, ഈ പറയുന്ന പോലെ അവതാറിൻ്റെ ക്യാമറയുടെ അത്രയും ക്ലാരിറ്റിയിൽ വെച്ച ഒളിക്യാമറ ഷൂട്ടിംഗ്, പൾസർ സുനിയുടെ കുറ്റസമ്മതം എന്നുള്ള രീതിയിൽ വാർത്തയാക്കിയ മാധ്യമങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഡ്രോൺ പറത്തി വാർത്തകൾ നേടുവാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട്. മരം വെട്ടിന് മറയാക്കുവാനായിട്ട് വാർത്തകളിൽ പ്രാവീണ്യം നേടി എന്നുള്ള തരത്തിൽ നമ്മുടെ മുന്നിലെത്തുന്ന വാർത്താ അവതാരകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി വാർത്താ അവതാരകരിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കേരളത്തിലെ വാർത്താ അവതാരകരിൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ആളുകളാണ്. എന്നാൽ കോൺഗ്രസ് അടിമത്വമുള്ളവരാണ്. മനസ്സിലായില്ലല്ലേ? അവരെല്ലാം, ഈ വാർത്താ അവതാരകരിൽ മിക്കവരും, സ്ത്രീകൾ മിക്കവരും കോൺഗ്രസിനോട് അനുഭാവമായിട്ട് ആ അനുഭാവത്തോടു കൂടി തന്നെ വരികയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി പറയുകയും എന്നാൽ കോൺഗ്രസിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും.
പുരുഷന്മാരുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഇവരിൽ മിക്കവരും ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ആഭിമുഖ്യത്തോടുകൂടി കലാലയ ജീവിതം നയിക്കുകയും അതിൻ്റെ പ്രധാന കാരണമായി അവർ പറയുന്നത് വിപ്ലവം, ഈ സാധുജന സംരക്ഷണം, സോഷ്യലിസം, സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അരാജകത്വം എന്നൊരു പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. വ്യക്തമായ വ്യക്തിത്വബോധവും, അതായത് വ്യക്തിപരമായ എൻ്റെ ബോധ്യവും, വ്യക്തിത്വബോധമല്ല, വ്യക്തിപരമായ എൻ്റെ ബോധ്യവും ഇത് തന്നെയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മനോഭാവത്തോടു കൂടിയവർ ചാനലിലെത്തുകയും കോൺഗ്രസ്സിനെ ഒരു അടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെ തന്നെയാണല്ലോ. കേരൾ മേ ഗുസ്തി ബാഹർ ദോസ്തി എന്നുള്ളതാണല്ലോ. ഇവിടെ കോൺഗ്രസ്സിനെ എതിർക്കുകയും കേന്ദ്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഡൽഹിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ടാകുന്നത്. അതുതന്നെയാണ് വാർത്താവതാരകരുടെയും ഏതാണ്ടൊരു മനസ്ഥിതിയും അവരുടെ ഒരു രീതിയും. പക്ഷേ ആത്യന്തികമായി അവർ പ്രവർത്തിക്കുന്നത് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുകയും അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് നുണക്കഥകൾ മെനയുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരെ ചാനലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രവണത മുന്നോട്ട് വരുന്നത് ഇനി വരുവാൻ പോകുന്ന 2-3 മാസങ്ങൾ പരമാവധി ഉണ്ട് തിരഞ്ഞെടുപ്പിന്. ആ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡൽഹിയിലെ വായുമലിനീകരണത്തിന് കാരണം ഗൾഫിൽ നിന്നുള്ള മണൽക്കാറ്റാണെന്ന് മുൻ DGP ശ്രീ സെൻകുമാർ സാർ പറഞ്ഞു എന്ന് ഒരു മരംവെട്ട് മാധ്യമം ഒരു വ്യാജ വാർത്തയാണെന്നുള്ളത് അവർക്ക് തന്നെ വ്യക്തമായിട്ടറിയാം. എന്നിട്ടും ഒരു നിർലജ്ജമായിട്ട് അവർ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. സെൻകുമാർ സാർ അതിന് മറുപടി നൽകി. പക്ഷേ ആ വാർത്ത ഇപ്പോഴും ഓൺലൈനിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ, പൊതുമണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഈ വാർത്ത സെൻകുമാർ സാർ പറഞ്ഞതായിട്ട് പരന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിലുള്ള നുണക്കഥകൾ ഇനി തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും റേറ്റിംഗ് കൂട്ടാനായിട്ടും മാധ്യമങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോരോ മാധ്യമങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയാനുഭാവം വെച്ചും നമ്മുടെ ഇടയിലേക്ക് പടർന്നുകൊണ്ട് തന്നെയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ജാഗരൂകരാകണം. പക്ഷേ നമുക്ക് ജാഗരൂകരാകാൻ സാധിക്കുമോ? കാരണം ഇവർ ഈ വാർത്തകൾ പടർത്തുന്നത് ഇക്കിളിക്കഥകൾ പൊതിഞ്ഞായിരിക്കും. സെൻകുമാർ സാർ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അടുത്തത് തന്നെ എന്തെങ്കിലും ഒരു ഇക്കിളിക്കഥയിലൂടെ അവരുടെ റേറ്റിംഗ് കൂട്ടും, ഞങ്ങളുടെ വിശ്വാസ്യത ഇതിൽ വന്നു, ഏതെങ്കിലും ഒരു തരത്തിൽ എൻ്റർടൈൻമെൻ്റ് ആക്കി വാർത്തയെ നമ്മുടെ മുമ്പിലേക്ക് ഒരു വിനോദോപാധിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് നമ്മുടെ മനസ്സുകളെ പിടിച്ച് എടുക്കുക. കുറച്ച് നേരത്തേക്ക് പിടിച്ചെടുത്താൽ മതി. കാരണം അതൊരു ഉപബോധ മനസ്സിൽ പതിഞ്ഞ് അവിടെ കിടന്നുകൊള്ളും. അവരുടെ ചാനലിൻ്റെ റേറ്റിംഗും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ അത് സ്വാധീനിക്കുകയും ചെയ്യും. നിശബ്ദമായി എന്നാൽ അപകടകരമായി തന്നെ അത് സ്വാധീനിക്കുകയും ചെയ്യുമെന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇത്തവണ, അതായത് 2026 കേരള നിയമസഭാ ഇലക്ഷൻ്റെ ആ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടക്കുവാൻ പോകുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിലായിരിക്കും. നുണകളോട് പൊരുതുവാൻ സമ്മതിദായകരെന്നുള്ള നിലയിൽ നമ്മൾക്കെല്ലാം ഒരു കടമയുണ്ട്. പക്ഷേ ആ കടമ നമ്മൾ നിർവഹിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിർവഹിച്ചാൽ കേരളത്തിൻ്റെ ഭാവി ശോഭനമായിരിക്കും. ഇല്ലെങ്കിൽ പ്രബുദ്ധ മലയാളി എന്നുള്ളൊരു ടാഗ് വെറുതെ നെറ്റിയിൽ ഒട്ടിച്ച് ശുദ്ധ മണ്ടന്മാരായി നമുക്ക് വീണ്ടും തുടരാം. നമസ്കാരം.